സോ മൈ ഡിയർ സിവിൽ എഞ്ചിനീയേഴ്സ്, അപ്പൊ നമ്മള് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക് അല്ലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ PSCയുടെ എക്സാം ആണ് ഓവർസിയർ എക്സാംസുകൾ എന്ന് പറയുന്നത്. അപ്പോ ബാക്കിയുള്ള ബ്രാഞ്ചസുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരു വർഷത്തിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സാംസുകൾ ഇപ്പൊ നമ്മൾ ഈ ഒരു വർഷം തന്നെ നോക്കിയാൽ തന്നെ PWD ഇറിഗേഷൻ ഗ്രേഡ് 1, LSTD ഗ്രേഡ് 1, PWD ഇറിഗേഷൻ ഗ്രേഡ് 2, ഹാർബർ ഗ്രേഡ് 1, 2, KWA ഗ്രേഡ് 3, എക്സെട്ര അങ്ങനെ ഒരുപാട് എക്സാംസുകൾ. അതിന് നിങ്ങൾ ഓരോ വർഷങ്ങളിലും അല്ലെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് വർഷങ്ങളിൽ നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾ 2022, 23, 24, ഇപ്പൊ 25, ഇനി 2026 ഈ വർഷങ്ങളിൽ നിങ്ങൾ വെറുതെ PSCയുടെ കലണ്ടർ നോക്കി അതിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് വന്നിട്ടുള്ള ഓവർസിയർ എക്സാംസുകൾ നോക്കിയാൽ നമുക്ക് എല്ലാ വർഷവും മിനിമം ഒരു 4-5 എക്സാംസുകൾ മിനിമം ആണ് ഞാൻ പറയുന്നത്. അതിൽ 2023 ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് അല്ലെ 9 ഡിപ്പാർട്ട്മെന്റുകളിലോട്ടൊക്കെ ഒരൊറ്റ എക്സാം, അതല്ലാതെ തന്നെ 2023 നമുക്ക് 10-ലധികം എക്സാംസുകൾ സിവിൽ എഞ്ചിനീയേഴ്സിന് ഈ ഒരു ഓവർസിയർ ലെവലിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ 2024 നമുക്ക് വർക്ക് സൂപ്രണ്ടന്റ് ആയിട്ടും ട്രേസർ ആയിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് എക്സാം നടന്നിട്ടുണ്ട്. 2025 ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ PWD ഇറിഗേഷനിലും LSTDയിലും ഒക്കെ നമുക്ക് എന്താണ് നമുക്ക് അങ്ങനെ ഒരുപാട് എക്സാംസുകൾ വരുന്നുണ്ട് ഈ ഓവർസിയർ എക്സാംസുകൾ. അപ്പൊ നമ്മൾ ഈ ഗവൺമെന്റ് ജോലി ഉദ്ദേശിക്കുന്നവർ എല്ലാവരും ഒന്നും നമ്മൾ പറയുന്നില്ല, എന്നാലും അപ്പോ സിവിൽ കഴിഞ്ഞു ചിലപ്പോൾ കുറെ ആളുകൾ ഡിപ്ലോമ ബിടെക് സിവിൽ എടുക്കുന്നത് തന്നെ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രാഞ്ചുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു എക്സാം എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിൽ കുറെ ആളുകൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നത് തന്നെ അങ്ങനെയാണ് കുറെ ആളുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ വരാൻ പോകുന്ന ഈ ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ സൈലം കോഴിക്കോട് ക്യാമ്പസിൽ വെച്ചൊരു ഓവർസിയർ ഓഫ്ലൈൻ ബാച്ച് ഈ വരുന്ന ജൂലൈ 2 ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മളെ വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മുടെ 4ാമത്തെ ഓഫ്ലൈൻ ബാച്ച് ആണ് ഇവിടെ കോഴിക്കോട് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വിത്തിൻ 1 ഇയറിനുള്ളിൽ 4ാമത്തെ ഒരു റെഗുലർ ബാച്ച് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ പ്രീവിയസ് ബാച്ചുകളിൽ എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സുകളായാലും മെറ്റീരിയൽസിലായാലും എക്സാംസുകളായാലും ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസുകളും റിവിഷൻസുകളും മാരത്തോണുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാസ്സുകളുടെ ക്വാളിറ്റീസ് നമ്മുടെ ഈ ഫാക്കൽറ്റീസ് ഏത് ലെവലിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ ഓൾറെഡി ഓവർസിയർ ബാച്ചിലുള്ള ഓഫ്ലൈൻ ബാച്ചിലുള്ള പ്രീവിയസ് ബാച്ചിലുള്ള കുട്ടികളോട് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാം ക്ലാസ്സുകളുടെ ക്വാളിറ്റി ആയാലും എല്ലാ ദിവസവും ഇതൊന്നും വെറുതെ പറയുന്ന പാടല്ല. നിങ്ങൾക്ക് ഈ ഒരു ഓവർസിയർ ഓഫ്ലൈൻ ബാച്ച് 8 മാസം ഡ്യൂറേഷൻ വരുന്ന വീക്കിലി 3 ദിവസം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ക്ലാസ്സുകൾ വരുന്ന ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം എക്സാംസുകളായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇവിടെ ക്ലാസ്സുകൾ അന്ന് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട്, അന്ന് വൈകുന്നേരം നിങ്ങൾ എക്സാം എഴുതിയിട്ടേ പോകൂ. നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാംസുകളായിരിക്കും. അത് ടോപ്പിക് ടെസ്റ്റുകളാവാം, സബ്ജക്റ്റുകൾ തീരുമ്പോഴുള്ള സബ്ജക്ട് ടെസ്റ്റുകളാവാം, അതുപോലെ മന്ത്ലി PYQ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങളുടെ കോഴ്സ് എൻഡിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഫുൾ ടോപ്പിക്സ് മോക്ക് ടെസ്റ്റുകൾ പുതിയ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ പഴയ PSCയുടെ മോക്ക് ടെസ്റ്റ് ഒന്നുമല്ല, പുതിയ ക്വസ്റ്റ്യൻസുകൾ വെച്ചിട്ടുള്ള നിങ്ങളുടെ ഒറിജിനൽ PSC എഴുതുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. മിനിമം 10-15 മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, നമ്മളെ നോർമൽ ടെസ്റ്റുകൾ കൂടാതെയുള്ള ബാക്കിയുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ബാച്ച് തുടങ്ങുന്ന കാര്യം നിങ്ങളുടെയൊക്കെ അറിയിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ട്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഫ്രണ്ട്സിനെ ഒക്കെ നിങ്ങൾ ഇൻഫോം ചെയ്യുക. ഈ ജൂലൈ 2 മുതൽ നമ്മുടെ കോഴിക്കോട് ക്യാമ്പസിൽ വെച്ച് സിവിൽ ഓവർസിയർ എക്സാംസുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ, നിഖിൽ സർ, ജിബിൻ സർ, മേഘ്ന മിസ്, അസ്ന മിസ്, എല്ലാവരും. ഓക്കെ, അവരുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം. കുറെ ആളുകൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം അവരുടെയൊക്കെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ബാച്ചിന്റെ ഒരു ഏകദേശം ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. 8 മാസമാണ് നമുക്ക് ഈ ഒരു കോഴ്സ്. അപ്പൊ ജൂലൈയിൽ തുടങ്ങിയാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സ് നമുക്ക് തീരും. അപ്പോ നമുക്ക് 5 to 6 മണിക്കൂർ ഉദ്ദേശിച്ച എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് 5 മണിക്കൂറാണ് നിങ്ങൾക്ക് ക്ലാസ് ടൈം കിട്ടുക. അതിന്റെ കൂടെ എക്സാമും കൂടെ എഴുതിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ, ഈവനിങ്ങിൽ നിങ്ങൾ അവിടുന്ന് നമ്മൾ വിടുള്ളൂ. അപ്പൊ നമുക്ക് വീക്കിലി 3 ദിവസമാണ് ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പോ നമ്മള് മൺഡേ, വെനസ്ഡേ, അതുപോലെ ഫ്രൈഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ എന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ വരിക. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ ഒന്നാണ് ഈ ഹൈബ്രിഡ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അടങ്ങിയ ഓൺലൈൻ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. സോ അതുവഴി നിങ്ങൾക്ക് ഞാൻ പറയുന്ന ക്ലാസ് മിസ്സാക്കണമെന്നില്ല. ഇൻ കേസ് നിങ്ങളൊരു പനി വന്ന് ഒരു 1-2 ദിവസം നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാം.
നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നടത്തുന്ന എക്സാം അല്ലാത്ത ക്വസ്റ്റ്യൻസുകൾ ഓൺലൈനിൽ എക്സാംസുകളായിട്ട് നടത്തുന്നുണ്ടാവും. ഓൺലൈനിൽ ഇപ്പം എക്സ്ട്രാ റിവിഷൻ സീരീസുകൾ നടക്കുന്നുണ്ടാവാം. അതുപോലെ എന്താണ്, ഇപ്പോ നിങ്ങൾ ഒരു ക്ലാസ് കേട്ടുപോയി നിങ്ങൾക്ക് ഡൗട്ട് വന്നു, ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഓൺലൈൻ കോഴ്സിൽ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. അപ്പൊ നമുക്ക് അല്ലെ നമ്മള് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മളൊരു കാര്യം. നിങ്ങൾ ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ ഈ ഒരു ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഓൺലൈനും കൂടെ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലും കൂടെ നോക്കണം. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന എല്ലാ ഓവർസിയർ എക്സാമിനും ഗ്രേഡ് 1, 2, 3 എല്ലാ എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഒരു ഡൗട്ട് വരും ITI-ക്കാര് വരുമ്പോ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലാസ്സിൽ പ്രത്യേകം ഫാക്കൽറ്റീസ് പറയും, ഓക്കെ ഇന്ന സബ്ജക്റ്റിന്റെ അടുത്ത ക്ലാസ് നമ്മള് ITI ലെവൽ വേണ്ട, ഡിപ്ലോമ ലെവലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇതെല്ലാ ഓവർസിയർ എക്സാമിനും ഉള്ളതാണ്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ഫാക്കൽറ്റീസും ഇൻസ്ട്രക്ഷൻ തരും നിങ്ങൾ ഏതൊക്കെ പഠിക്കണം വേണ്ട എന്നുള്ളത്. അപ്പൊ ക്ലാസിന്റെ ഒക്കെ ഫീച്ചേഴ്സ് നമുക്ക് അല്ലെ, അപ്പൊ നമ്മൾ ഇതിൽ കുറെ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇവിടെ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് വന്ന് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റണം, നല്ല മാർക്ക് കിട്ടണം, നമുക്ക് നല്ല റാങ്ക് കിട്ടണം അല്ലെ. അപ്പൊ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓവർസിയർ എക്സാമിനൊക്കെ നിമി ബേസ്ഡ് ആണ്, എസ്പെഷ്യലി ഗ്രേഡ് 2, 3 എക്സാമിനൊക്കെ ഒരുപാട് നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. അതായത് നമ്മൾ കുറെ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചുകൊണ്ടോ കോളേജിൽ പഠിച്ചുകൊണ്ടോ നമുക്ക് അത് കിട്ടൂല. നമ്മൾ നിമിയുടെ, അതായത് ITI-ക്കാർ യൂസ് ചെയ്യുന്ന നിമി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ലൈനിലൊക്കെ കിടക്കുന്ന പോയിന്റ് ഒക്കെ ആയിരിക്കും നമുക്ക് എന്തായിട്ട് ചോദിക്കുക, ഓവർസിയർ എക്സാമിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ ഫാക്കൽറ്റീസിന്റെ കേസ് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ ഷെഡ്യൂളുകളായാലും നിങ്ങൾക്ക് ക്ലാസിന്റെ ഫീഡ്ബാക്ക് കൊടുക്കാനായാലും എക്സാംസിന്റെ പ്രശ്നങ്ങളായാലും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെന്ററുമായിട്ട് ഡീൽ ചെയ്യാം. അവരായിരിക്കും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ, നോട്ട്സുകളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ ക്ലാസിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു റെഗുലർ ടെസ്റ്റുകൾ ഉണ്ടാവും. അതിന്റെ കൂടെ ഓരോ സബ്ജക്റ്റുകൾ തീരുമ്പോഴും അതിന്റെ റിവിഷന് നമ്മൾ എക്സാമിനോട് അടുപ്പിച്ച് പിന്നെ ലാസ്റ്റ് നമ്മുടെ കോഴ്സിന്റെ എൻഡോട് കൂടിയിട്ട് ഫുൾ റിവിഷൻസുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 15,000 ആണ്. നിങ്ങൾക്ക് കേരളത്തിലെ ഓഫ്ലൈൻ ഓവർസിയർ കോഴ്സുകൾ കൊടുക്കുന്നതൊക്കെ ചോദിക്കാം. നമുക്ക് എന്താണ് നമ്മൾ ഏറ്റവും ഈ പറയുന്ന ഈ ഒരു ഓവർസിയർ ഓഫ്ലൈൻ കോഴ്സുകളിൽ ഏറ്റവും കുറഞ്ഞ ഫീസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ 8 മാസം ഈ ഒരാഴ്ചയിൽ 3 ക്ലാസ്സുകൾ വെച്ച് വരുമ്പോൾ നമുക്ക് മോർ ദാൻ 500-ലധികം അവർ ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. അതിനുള്ള ഒരു ഫീസ് എന്ന് പറയുന്നത് 15,000 മാത്രമാണ് നമ്മൾ ഈ ഒരു ഫീസ് വരുന്നത്. അപ്പൊ ഈ ഒരു 15,000-ന് നമുക്കൊരു ഓവർസിയറിന്റെ 8 മാസത്തെ ഓഫ്ലൈൻ ബാച്ച് അല്ലെ, നമ്മൾ അത് കഴിഞ്ഞ എക്സാമിന് ഇപ്പൊ നമ്മൾ ആദ്യം നടത്തിയ ഓഫ്ലൈൻ ബാച്ചുകൾ അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയവരുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് പേജിൽ കാണാം. അപ്പൊ നമുക്ക് നല്ലൊരു മേജർ എക്സാം ഇനിയിപ്പോ വരാൻ പോവാണ് ഈ ഒരു സമയത്ത്. നമുക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരുപാട് ടോപ്പ് റാങ്കുകൾ സൈലം ടെക്നിക്കൽ തന്നെ തൂക്കുമെന്നുള്ള കാര്യത്തിൽ ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു കോഴ്സിന്റെ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 2-നാണ് നമ്മൾ കോഴിക്കോട് ക്യാമ്പസിൽ വെച്ച് ഈ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വരാൻ പോകുന്ന ഈ ഒരു ഓവർസിയർ എക്സാംസുകൾക്ക് നിങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നേടിയെടുക്കാം. സോ അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഞാൻ ജൂലൈ 2 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പസിൽ വെച്ച് കാണാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.